ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമുക്കിന്ന് വീഡിയോ സ്പെഷ്യലായിട്ടുള്ളത് ഇന്ന് നാത്തൂനെ മസ്ത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തലേന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ, പർച്ചേസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ, ചെമ്മാട് ടൗണിലേക്കൊന്ന് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷം മാക്സി നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പ് ഇങ്ങനെ കണ്ടപ്പോൾ അതിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മാക്സി മാത്രമുള്ള ഷോപ്പുകളിലൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് കേട്ടതാണ് മാക്സി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല അടിപൊളി കളക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മാക്സികൾ. അപ്പോൾ ഷിബുള്ള ഐറ്റംസ് തന്നെ വേണം നോക്കിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോൾ അത് ഓരോന്ന് നോക്കുകയാണ്. പല പല കളേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ ഷോപ്പിൽ. അപ്പം പല മോഡൽസും ഉണ്ട്. അപ്പോൾ പിന്നെ ഷിപ്പുള്ള ടൈപ്സ് നോക്കിയിട്ട് വേണം ഞങ്ങൾ എടുക്കാൻ. അപ്പം അത് നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട കളേഴ്സ് ആയപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് എന്തായാലും ചെയ്യണം. നിങ്ങൾ ഓരോരുത്തർ ലൈക്ക് ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്ത് മാക്സിമം സപ്പോർട്ടാക്കുക. പിന്നെ നമ്മൾ വീഡിയോസിൽ എന്തെങ്കിലും ഫാൾട്ടോ ഇമ്പ്രൂവ്മെൻ്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാം കേട്ടോ. എന്നാലേ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് കേട്ടോ ആവശ്യം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, നമ്മൾ ഓരോ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റേതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളെ രീതിയിൽ ഇങ്ങനെ ഓരോ വീഡിയോസ് ആക്കിയിട്ട് നമ്മൾ ഇടാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഫോൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കമൻറ്റിലൂടെ പറയാൻ കഴിയുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു നല്ലൊരു അടിപൊളി ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വരുന്നത് ഉണ്ടായിരുന്നേ. പക്ഷെ അതിൻ്റെ ക്ലോത്ത് എന്തോ ഒരു വേറൊരു ടൈപ്പായിരുന്നു കൊണ്ട് തന്നെ കളേഴ്സൊക്കെ ഇഷ്ടമായി. പക്ഷേ അതിൻ്റെ ക്ലോത്ത് എന്തോ ഒരു കംഫർട്ട് ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ പിന്നെ ഞങ്ങൾ അതെടുത്തിട്ടില്ല. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഇപ്പോൾ ഇതാണ് കേട്ടോ റെഡ് കളറിൽ വരുന്ന ഈ മാക്സി ആട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കുകയായിരുന്നു. നല്ല വീതിയും ഇതൊക്കെ ഉള്ളൊരു മാക്സി തന്നെയായിരുന്നു കേട്ടോ അത്. പിന്നെ പറഞ്ഞാൽ വയറും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ലൂസായിട്ട് വേണമല്ലോ ഇടാൻ. അതുകൊണ്ട് തന്നെ നമുക്ക് വീതിയുള്ള ടൈപ്പ് തന്നെ നോക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല രസമുള്ളൊരു കളർ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയും ഞങ്ങളിങ്ങനെ കുറച്ച് ടൈമും കൂടി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ മാക്സികൾ.
പിന്നെ ഇത് നോക്കിയപ്പോൾ ഇത് വീതി കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് എടുത്തിട്ടില്ല. അത് നമ്മൾ അങ്ങോട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റെഡ് തന്നെയാണ് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. അപ്പം റെഡ് ഇഷ്ടമായതുകൊണ്ട് പിന്നെ അതന്നെ നോക്കി അതന്നെ എടുത്തു കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. ആ മാക്സി എടുത്തിട്ട് ഞങ്ങൾ നേരെ ദർശനയിലേക്കാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ചെമ്മാടുള്ള ദർശനയിൽ പോയി. അപ്പോൾ അവിടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള ഷോളും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ദർശനയിൽ പോയിട്ടാണ് പിന്നെ ഒരു മാക്സിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാക്സി നോക്കി അവിടെ നല്ല കളക്ഷൻസ് ആളുണ്ട്, പല വെറൈറ്റീസ് മോഡൽസ് ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മെറ്റേണിറ്റി വിയർ പോലെയുള്ള മാക്സികളും ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരു മാക്സിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതൊക്കെ ഷിബുള്ള 2 ഭാഗത്ത് ഷിബുള്ള ടൈപ്പ് മാക്സിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞാൽ നമുക്ക് ഫീഡിങ് ചെയ്യാനൊക്കെ എളുപ്പമായിട്ടുള്ളൊരു മാക്സിയും കൂടിയാണ് കേട്ടോ ഇങ്ങനത്തത്. അപ്പോൾ ഇങ്ങനത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി കംഫർട്ടായിരിക്കും. അങ്ങനെ ഇപ്പോൾ അതാ ഈ മാക്സി ആയിട്ട് എടുത്തിട്ടുള്ളത് ഒരു ഗ്രീൻ കളർ വരുന്നൊരു മാക്സി. അപ്പോൾ അത് മെറ്റേണിറ്റി ടൈപ്പ് മോഡൽസ് ഉള്ളൊരു മാക്സി തന്നെ ആയിരുന്നു. അപ്പോൾ അതാട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പ്രൈസും കാര്യമൊക്കെ നമ്മൾ 300 സംതിങ് 400 സംതിങ് ഒക്കെ ആയിട്ട് തന്നെ കേട്ടോ വരുന്നത് ഓരോ മാക്സിക്കൊക്കെ. അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഒന്ന് എടുത്ത് പിന്നെ ഞങ്ങളതിലേക്ക് ഷോളും കൂടി വേണമായിരുന്നു. അപ്പോൾ ഷോളും എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ടൈം അവിടെ നിന്നുകൊണ്ട് ഷോളൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് അതിന് മാച്ചായിട്ടൊന്നും ഇഷ്ടമായിട്ടൊന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ വേറെ ഷോപ്പിലേക്ക് പോയിട്ടാട്ടോ പിന്നെ ഷോൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഷോൾ നോക്കിയിട്ട് ഒന്നും ശരിയായി. പിന്നെ നമ്മൾ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടമായതായാലും ഇഷ്ടമില്ലെങ്കിലും നമ്മളിങ്ങനെ ഓരോന്നിങ്ങനെ നോക്കിയിട്ട് കുറേ ടൈം എടുക്കും. എങ്ങനെ ആയാലും ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ തന്നെ കുറേ ടൈം എടുക്കുമല്ലേ. നമ്മളിങ്ങനെയല്ലേ ഇത് നോക്കി ഇഷ്ടമായി വന്ന് എടുക്കലുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുണ്ട് കേട്ടോ അസുമോൾ ഇതാ മറ്റേ ഡ്രസ്സിങ് റൂമിൽ ഇരുന്നിട്ട് ഒപ്പം കളിക്കുന്നുണ്ട്. അവൾക്ക് നല്ല രസമാണ്. മിറർ ഇങ്ങനെ കണ്ടിട്ട് അങ്ങനെ കളിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ വേറെ എവിടേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ പിന്നെ ഇങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെ ഇതാ ഈ ഷോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ അതാ ഞങ്ങൾ ഓരോന്നിങ്ങനെ നോക്കുന്നുണ്ട്. പറ്റുന്ന അത് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഓരോന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ആയിട്ട് ചെരുപ്പ് എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെരുപ്പ് നോക്കായിരുന്നു കേട്ടോ ഓരോന്ന്. പല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോഴൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ളൊരു ചെരുപ്പാട്ടോ നോക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ അത് നോക്കുകയാണ്. അപ്പോൾ സൈസ് ഇല്ലാഞ്ഞപ്പോൾ നമ്മൾ സൈസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവർ കൊണ്ടുവന്ന് തരുന്നുണ്ട് കേട്ടോ സൈസിൽ. അപ്പോൾ നമുക്ക് പറ്റിയതായപ്പോൾ നമ്മളെടുത്ത് പോന്ന്. അങ്ങനെ എല്ലാ പല പല കളക്ഷൻസാണ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെരുപ്പൊക്കെ. പിന്നെ നമ്മളിങ്ങനെ എന്തായാലും നമ്മൾ ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ കുറച്ച് ടൈം തന്നെ എടുക്കും. ഓരോന്ന് നോക്കി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഇഷ്ടമായി തോന്നിയാൽ നമ്മളത് എടുക്കുകയും ചെയ്യും. അങ്ങനെ ഇപ്പോൾ അതാ ഞാനും വെറുതെ ചുമ്മാ അങ്ങനെ ഓരോ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ടോ. പിന്നെ നമുക്ക് ചെരുപ്പ് കാണുമ്പോൾ അങ്ങനെയാണല്ലോ, വെറുതെ ഒക്കെ ഒന്നിങ്ങനെ ഇട്ട് നോക്കിയിട്ട് കുറച്ച് ടൈം ഇങ്ങനെ എടുക്കും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ബില്ലൊക്കെ ചെയ്തതിൻ്റെ ശേഷം നേരെ യാറ ഹൈപ്പർ മാർക്കറ്റിലേക്കാട്ടോ പോയിരുന്നത്. അവിടെ തിരൂരങ്ങാടിയിലുള്ള യാറ മാർക്കറ്റ് എന്ന് പറയും. അപ്പോൾ ഞങ്ങൾ കൂടുതലും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ കേട്ടോ പർച്ചേസ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഇറങ്ങിയില്ല, ഞങ്ങൾ കാറിൽ തന്നെ ഇരുന്നു കേട്ടോ. പിന്നെ ഉമ്മയും ബ്രദറും ആണ് കേട്ടോ പിന്നെ സോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ അവർ 2 പേരും കൂടി അങ്ങോട്ട് പോയി, ഞങ്ങളിവിടെ ഇരുന്നും ചെയ്തു. പിന്നെ ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ചാർജും കഴിഞ്ഞു കേട്ടോ ഫോണ്. പിന്നെ പിറ്റേ ദിവസം ചിക്കൻ പൊരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്.
അങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ രാവിലെ തന്നെ എല്ലാതും ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ്മ. പിന്നെ അത് ഞാൻ അസക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക്. പിന്നെ അത് അവർ വന്നൊരു 11 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വന്നത് കേട്ടോ. അങ്ങനെ അവർ വരികയാണ്. അപ്പോൾ അവർക്ക് വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഞങ്ങളിതാ മാംഗോ ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനിയിപ്പോൾ അത് നമുക്ക് കൊടുക്കണം. അങ്ങനെ നല്ല അടിപൊളി ജ്യൂസായിരുന്നു കേട്ടോ. അമ്മ അടിച്ചതായിരുന്നു. അപ്പം അസമോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ജ്യൂസ് എന്ന് ചോദിച്ചപ്പോൾ ഒക്കെ എടുത്ത് കൊടുത്തതാണ്. പിന്നെ കുറച്ച് ടൈം അങ്ങനെ ഇനി നമുക്ക് ഫുഡൊക്കെ ഒന്ന് സെർവ് ചെയ്യാണ്ട് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ കറിയൊക്കെ നമ്മൾ ഓരോ പാത്രത്തിൽ ബൗൾസിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ടേബിളിലേക്ക് സെറ്റ് ചെയ്യാമല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചായയൊക്കെ ഇങ്ങനെ തിളക്കുന്നുണ്ട്. അപ്പോൾ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കൂന്തൾ വരട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും സെറ്റായി. അങ്ങനെ എല്ലാതും നമ്മളിതാ അപ്പോൾ ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പൊറോട്ടയും പത്തിരിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊരിച്ച പത്തിരിയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഫുഡ് ടേബിൾ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം പിന്നെ അവർ ഫുഡ് കഴിക്കാൻ വിളിച്ചു. അങ്ങനെ അവർ ഫുഡ് കഴിക്കുമ്പോൾ ഞാനത് ചെറിയൊരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഈ വ്ളോഗിൽ വരുന്നത്. പിന്നെ ഞങ്ങളിതാ നാത്തൂൻ പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഡ്രസ്സ് ഇതാണ് കേട്ടോ പോകാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത ഡ്രസ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ പോകുന്ന ടൈമിൽ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ വേറൊരു ഇതിലായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.